മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ പൊന്മുടി അണക്കെട്ട് തുറന്നു. 3 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. സെക്കൻഡിൽ 46,000 ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. പന്നിയാർപ്പുഴയുടെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇതോടെ ജില്ലയിൽ 5 അണക്കെട്ടുകളാണ് തുറന്നിരിക്കുന്നത്. ആദ്യമായാണ് മെയ് മാസത്തിൽ പൊന്മുടി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തേണ്ടി വരുന്നത്. കഴിഞ്ഞ 4 ദിവസമായി പെയ്യുന്ന അതിശക്തമായ മഴയെ തുടർന്ന് പന്നിയാർപ്പുഴയിലൂടെ പൊന്മുടി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയും അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലെത്തുകയും മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പൊന്മുടി അണക്കെട്ടിന്റെ 3 ഷട്ടറുകളും ഇന്ന് വൈകിട്ട് ഉയർത്തിയത് 20 സെന്റിമീറ്റർ വീതമാണ്. സെക്കൻഡിൽ 46,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്കൊഴുക്കുന്നത്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും ശക്തമായാൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. ഈ വർഷം മെയ് മാസത്തിൽ ഇത്രയും ഒരു ഇൻഫ്ലോ ആദ്യമായിട്ടാണ് ഇവിടെ. സാധാരണ ജൂലൈ മാസത്തിലാണ് ഈ ഡാം തുറന്നിട്ടുള്ളത്. ഇപ്പം ഈ മെയ് മാസം തന്നെ ഈ ഇൻഫ്ലോ ആനയിറങ്ങൾക്ക് താഴേക്കുള്ള ആ ഒരു ഏരിയയും ഇതെല്ലാം കൂടെ ഇൻഫ്ലോ അവിടുത്തെ ഇൻഫ്ലോ എല്ലാം കൂടെ കൂടിയാണ് ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ഗേറ്റാണ് തുറന്നിരിക്കുന്നത്. മിഡിൽ ഗേറ്റ് 20 സെൻറ്റിമീറ്റർ തുറന്നു. നമുക്ക് ഓരോ മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത 2 ഗേറ്റ് ഉണ്ട്. ആകെ 3 ഗേറ്റാണുള്ളത്. അത് 20 സെൻറ്റിമീറ്റർ തുറക്കാനായിട്ട് കളക്ടറെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. എന്തായാലും മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. ഇനി മഴ കുറേ ഒരു അബ്നോർമലായിട്ടുള്ളൊരു മഴയാണിത്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇത് ഉണ്ടാവുന്നതല്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് വന്നത്. പന്നിയാർ ഇലക്ട്രിക് പ്രോജക്ടിന്റെ ഭാഗമായുള്ള അണക്കെട്ടിൽ 4 ദിവസം മുമ്പ് വരെ സംഭരണശേഷിയുടെ 75% വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായാണ് മെയ് മാസത്തിൽ പൊന്മുടി ഡാം തുറക്കുന്നത്. 707.75 അടിയാണ് പൊന്മുടി ഡാമിന്റെ പരമാവധി സംഭരണശേഷി. ഇപ്പോൾ 706.5 അടി വെള്ളമാണ് ഡാമിലുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.